ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ICC 2020 ലോകകപ്പിൻ്റെ സൂപ്പർ 8ലേക്ക് ഇന്ത്യ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. 3 മത്സരങ്ങളിൽ 3 മത്സരവും ജയിച്ച് ആധികാരികമായിട്ടാണ് ഇന്ത്യ സൂപ്പർ 8ലെ ബെർത്ത് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ആധികാരികമായിട്ടുള്ള വിജയം അല്ലെങ്കിൽ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു വിക്ടറി എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തന്നെയുണ്ട്. നിങ്ങളിൽ പലർക്കും ആ തോന്നലുണ്ടായിരിക്കാം. ഇന്നലത്തെ ആ ഒരു മാച്ചൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ കൺവിൻസിംഗ് ആയിട്ടാണോ ജയിച്ചത്, അതോ ഇന്ത്യയെ ഒന്ന് വിറപ്പിക്കാനായിട്ട് USA ടീമിന് സാധിച്ചോ എന്നുള്ള ഡൗട്ടൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളിച്ചത് ബൗളർമാരെ വളരെയധികം തുണയ്ക്കുന്ന ഒരു പിച്ചിലാണ്. അതുകൊണ്ട് തന്നെ അവർ ഉയർത്തിയ ഒരു വിജയലക്ഷ്യം എന്ന് പറയുന്നത് ഈസി ആയിട്ട് പിന്തുടരാൻ ഇന്ത്യക്ക് സാധിച്ചോ എന്നുള്ള ചോദ്യത്തിന് എപ്പോഴെങ്കിലുമൊക്കെ ഇന്ത്യക്ക് ഒന്ന് അടിപതറിയോ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം 41 ബോളിൽ 51 റൺസ് വേണ്ട ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയൊക്കെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. പിന്നീട് പന്തും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവും തമ്മിലൊരു ചെറിയ പാർട്ണർഷിപ്പ്, പിന്നീട് പന്ത് ഔട്ടായി. പിന്നീടാണ് മത്സരം നമ്മൾ ഏകദേശം ഒന്ന് കൈപ്പിടിയിൽ ഒതുക്കിയതെന്നൊക്കെ പറയാം. ഏതായാലും നമ്മൾ ഈ മത്സരത്തിലേക്ക് ഒന്ന് കൂടുതലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോസ് ജയിച്ച ഇന്ത്യ USA ബാറ്റ് ചെയ്യാൻ അയക്കുകയായിരുന്നു. യാതൊരു വിധത്തിലുള്ള റിസ്ക്കും എടുക്കാനായിട്ട് ഇന്ത്യ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്സരം നടക്കുന്ന ന്യൂയോർക്കിൽ ആ സമയം എന്ന് പറയുന്നത് രാവിലത്തെ 10:30 മണിയാണ്. അപ്പോൾ 10:30 മണി സമയം എന്ന് പറയുമ്പോൾ അത് വിക്കറ്റിൽ കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ഈർപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് അത്രത്തോളം ഈസി ആയിരിക്കില്ല. ബോളിംഗ് ടീമിനാണെങ്കിൽ ബോൾ കുത്തി ഉയരാനും അതുപോലെ തന്നെ സ്വിങ് ചെയ്യാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ USA താരതമ്യേന ഒരു ചെറിയ ടീമാണെങ്കിൽ പോലും ആ മത്സരം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് ഇന്ത്യ കണ്ടത്. കാരണം ഇന്ത്യക്ക് ജയിച്ചു കഴിഞ്ഞാൽ സൂപ്പർ 8ലേക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ അടുത്തൊരു മത്സരത്തിന് വേണ്ടി കാത്തിരിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള റിസ്ക് എടുക്കാനും ഇന്ത്യ തയ്യാറായില്ല. മാത്രമല്ല USA എന്ന് പറയുന്ന ടീമിനെ ഇപ്പോൾ നമുക്ക് ചെറുതായി കാണാനും സാധിക്കില്ല. കാരണം കാനഡയെ ആദ്യം 194 റൺസിന്റെ ഒരു വിജയലക്ഷ്യം പിന്തുടർന്ന് ജയിച്ചതിന് ശേഷം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ അട്ടിമറിച്ചിട്ടാണ് USA ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ അർഷദീപിന്റെ ഒരു മനോഹരമായ ഒരു പ്രകടനം. ഈ ഒരു പ്രകടനമാണ് വലിയ ടീമുകൾക്ക് എതിരെയും അർഷദീപ് ഇനി സൂപ്പർ 8ലേക്ക് എത്തുന്ന സമയത്ത് അർഷദീപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് ഇങ്ങനെ ഒരു പ്രകടനമാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, ബുംറ എന്ന് പറയുന്നത് നമ്മളൊരു സ്പിയർ ഹെഡാണ്. അർഷദീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളറാണ്. അപ്പൊ ഈ ഇൻസ്വിംഗിങ് ഡെലിവറീസ്, ഉള്ളിലേക്ക് വരുന്ന ഡെലിവറീസ് റൈറ്റ് ഹാൻഡർ ബാറ്റർമാരെ എപ്പോഴും കുഴയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എസ്പെഷ്യലി ഓസ്ട്രേലിയ കളിക്കുന്ന സമയത്ത് മിച്ചൽ സ്റ്റാർക്ക് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏത് ടീമിന്റെയും ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു റൈറ്റ് ഹാൻഡർ ബാറ്റർക്കെതിരെ അർഷദീപ് നന്നായിട്ട് ബോൾ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് ചാൻസസ് കൂടുതലാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും USA ബാറ്റിംഗ് അത്രത്തോളം ഒന്നും ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നില്ല. എസ്പെഷ്യലി അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള മോണക് പട്ടേൽ ഈ മത്സരം കളിച്ചില്ല. എന്തൊരു ചെറിയ നിഗിൾ കാരണം അദ്ദേഹം കളിച്ചില്ല എന്നാണ് ടോസിന്റെ സമയത്ത് ആരൻ ജോൺസ് വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ഒരു ഇന്നിങ്സിന്റെ അഭാവം, പാകിസ്ഥാനുമായിട്ട് ഒരു 50 നേടിയ ഒരു മികച്ച ഇന്നിങ്സ് കാഴ്ചവെച്ച താരമാണ് മോണക് പട്ടേൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇല്ലാതിരുന്നത് അവരുടെ ബാറ്റിംഗിന്റെ ഡെപ്ത് കുറച്ചോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ബോളിങ്ങിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കില്ല. അർഷദീപ് കഴിഞ്ഞാൽ ഈ ടീമിൽ ഏറ്റവും നന്നായി ബോൾ ചെയ്ത മറ്റൊരു താരം എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. ഹാർദിക് പാണ്ഡ്യയുടെ ഈ ബോളിംഗ് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം IPL വളരെ ഒരു മോശം പ്രകടനത്തിന് ശേഷമാണ് അദ്ദേഹം ഈ ലോകകപ്പിലേക്ക് എത്തിപ്പെടുന്നത്. ഈ ലോകകപ്പ് ടീമിലേക്ക് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തപ്പോൾ പോലും ഒരുപാട് വിമർശനങ്ങൾ പല ആരാധകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്താണെന്ന് തെളിയിച്ചുകൊണ്ട് ആദ്യ മാച്ചിൽ അയർലൻഡിനെതിരെ 3 വിക്കറ്റ് എടുക്കാനും പിന്നീട് പാകിസ്ഥാനെതിരെ 2 വിക്കറ്റ് എടുക്കാനും ഇന്നലത്തെ മത്സരത്തിൽ 2 വിക്കറ്റ് എടുക്കാനും ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിക്കുകയും ചെയ്തു. ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ലെങ്ത് ആണ് അതിൽ ഏറ്റവും പ്രധാനം. ഈ ഒരു വിക്കറ്റ് എന്ന് പറയുന്നത് കുത്തി ഉയരുന്ന ബോളുകൾ അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് ആയിട്ടുള്ള ബോളുകൾ കളിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പിച്ചായിരുന്നു ഈ ന്യൂയോർക്കിലേത്. ആ ഒരു പിച്ചിൽ കറക്റ്റായിട്ട് ബോൾ ചെയ്യാനായിട്ട് ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിക്കുകയും ചെയ്തു. അദ്ദേഹം എറിഞ്ഞ ഒരു ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ ഷോർട്ട് പിച്ച് ബോൾ കുത്തുന്നതിനേക്കാൾ കുറച്ചും കൂടെ മുമ്പിലായിട്ട്, അതും ഒരു ഷോർട്ട് പിച്ച് ബോൾ ആയിരിക്കും, നമ്മുടെ മുഖത്തിന് നേരെ വരുന്ന ബൗൺസറുകൾ, ആ ബൗൺസറുകൾ ഒരു ഹാർഡ് ലെങ്ത് എന്നാണ് അതിന് പറയുക. ആ ഹാർഡ് ലെങ്ത്തിലാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ ബോളുകളും യൂസ് ചെയ്തത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ടൂർണമെന്റിലെ കൂടുതൽ വിക്കറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലെങ്ത്തിൽ എറിഞ്ഞിട്ടാണ് അദ്ദേഹം വിക്കറ്റുകൾ നേടിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ബോളിംഗ് എക്സലന്റ് ആയിരുന്നു. പിന്നീട് ശിവം ദുബേനെ ഒരു ഓവർ ബോൾ ചെയ്യിക്കാനായിട്ട് രോഹിത് ശർമ്മയ്ക്ക് എന്താണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. ശിവം ദുബേനെ കൊണ്ട് എറിയിച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം ഒരു സൈഡിൽ നിന്ന് അക്സർ പട്ടേൽ ആ സമയത്ത് ലെഫ്റ്റ് ആം സ്പിന്നർ നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി ഇങ്ങനത്തെ ഒരു പിച്ച് ആയതുകൊണ്ടായിരിക്കാം ശിവൻ ദുബേനെ എറിയിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എനിക്ക് തോന്നുന്നത് രവീന്ദ്ര ജഡേജയ്ക്ക് ഒരു ഓവർ പോലും ബൗൾ ചെയ്യാൻ കൊടുത്തില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന മാച്ചുകൾ ഒന്നും തന്നെ ഇങ്ങനെയുള്ള ഒരു പിച്ചിലായിരിക്കില്ല ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന ഇന്ത്യയുടെ സൂപ്പർ 8 മാച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലാസ്റ്റ് ലീഗിൽ വരാൻ പോകുന്ന അയർലൻഡുമായിട്ടുള്ള മാച്ച് ആണെങ്കിൽ ഫ്ലോറിഡയിലാണ് കളിക്കാൻ പോകുന്നത്. പിന്നീട് വരുന്ന എല്ലാ മാച്ചുകളും വെസ്റ്റ് ഇൻഡീസിലാണ്
കളിക്കാൻ പോകുന്നത്. അവിടെ ഈ രവീന്ദ്ര ജഡേജയുടെ ഒരു സാന്നിധ്യം, ഈ വെസ്റ്റ് ഇൻഡീസിലെ വിക്കറ്റുകൾ പലപ്പോഴും സ്പിന്നിന് അനുകൂലമായിട്ടുള്ള വിക്കറ്റുകളാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ രവീന്ദ്ര ജഡേജയുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന് ബോളിംഗ് കൊടുത്തില്ല എന്നുള്ളതിന് രോഹിത് ശർമ്മയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക ഈ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാർ ബാറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ആം സ്പിന്നേഴ്സിനെ കൊണ്ട് എറിയിക്കുന്നത് കുറച്ച് റിസ്ക് ആണെന്ന് എപ്പോഴും പറയാറുണ്ട്. കാരണം ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്സ്മാനെ സംബന്ധിച്ചിടത്തോളം ബോൾ ഒരു ലെഫ്റ്റ് ആം സ്പിന്നർ എറിയുമ്പോൾ ബോൾ ഉള്ളിലേക്കാണ് വരുന്നത്. അത് അടിച്ചകറ്റാനായിട്ട് വളരെ ഈസി ആണെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ മാത്രമല്ല, നമ്മുടെ ഈ ലോക്കൽ ക്രിക്കറ്റിൽ, നമ്മുടെ ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പോലും അത് പലപ്പോഴും, ഈവൻ മൾട്ടി ഡേ മാച്ചുകളിൽ പോലും പലപ്പോഴും ഒരു ലെഫ്റ്റ് ഹാൻഡർ വരുമ്പോൾ ഒരു ഓഫ് സ്പിന്നറെ കൊണ്ട്, റൈറ്റ് ആം ഓഫ് സ്പിന്നറെ കൊണ്ട് ബോൾ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു മാച്ചിൽ അത് എന്തിനാണ് എന്ന് ഒട്ടും മനസ്സിലായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് പിച്ചിൽ നിന്നുള്ള നല്ല ഹെൽപ്പ് ഉണ്ട്, സ്പിന്നർമാർക്ക് നന്നായി തിരിയുന്നുണ്ടായിരുന്നു. രണ്ടാമത് വലിയ ഗ്രൗണ്ടാണ്. അപ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അടിച്ചാലും ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് രോഹിത് ശർമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറയുന്നത് എന്നെ കുഴപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് അവശേഷിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ച് ഇന്ത്യൻ ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യയുടെ ഏറ്റവും മികച്ച 2 താരങ്ങൾ, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും 2 മികച്ച താരങ്ങൾ വീണ്ടും പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും. വിരാട് കോഹ്ലി ആദ്യ ബോളിൽ തന്നെ ഔട്ടായി. അതൊരു എന്താ പറയുക, ഒരു നല്ല ബോളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ 2020 ക്രിക്കറ്റിൽ, അല്ലെങ്കിൽ അതൊരു ലീവ് ചെയ്യേണ്ട ബോളായിരുന്നു. പക്ഷേ 2020 ക്രിക്കറ്റിൽ ബാറ്റർമാർ അത് അടിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് ആ ഒരു കോറിഡോർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എറിയാനായിട്ട് നേത്രവാൾക്കർക്ക് കഴിയുകയും ചെയ്തു. കോഹ്ലി അത് ബാറ്റ് പുറത്തേക്ക്, ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ട് കോട്ട് ബിഹൈൻഡ് ആവുകയും ചെയ്തു. ഈ ടൂർണമെന്റിൽ കോഹ്ലിയുടെ പ്രകടനം ഒട്ടും ആശാവഹമല്ല. അതുകൊണ്ട് തന്നെ ആരാധകരുടെ ഭാഗത്ത് നിന്ന് കോഹ്ലിയെ മാറ്റണം എന്നുള്ള മുറവിളി ഇഷ്ടം പോലെ കേൾക്കുന്നുമുണ്ട്. പക്ഷെ കോഹ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടീമിൽ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള മത്സരങ്ങളെല്ലാം കോഹ്ലി ഒരു ബിഗ് മാച്ച് പ്ലെയർ ആണ്. വലിയ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ കോഹ്ലിയുടെ സാന്നിധ്യം തന്നെ ഇന്ത്യക്ക് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിക്കറ്റിൽ കളിക്കുമ്പോൾ ഈ കോഹ്ലി അടിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് പറയാതെ വയ്യ. കാരണം ബാക്കിയുള്ള ബാറ്റർമാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, രോഹിത് ശർമ്മ കുറച്ച് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നീട് വരുന്ന 3 ബാറ്റർമാർ, ഋഷഭ് പന്ത് ആയിക്കോട്ടെ, സൂര്യകുമാർ യാദവ് ആയിക്കോട്ടെ, ശിവം ദുബെ ആയിക്കോട്ടെ, എല്ലാവരും ആക്രമിച്ച് കളിക്കുന്ന താരങ്ങളാണ്. പിന്നെ ഇന്ത്യയുടെ ഓൾറൗണ്ടർമാരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, എല്ലാവരും ഇതുപോലെ തന്നെ അറ്റാക്ക് ചെയ്ത് ക്രിക്കറ്റ് കളിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഹ്ലിയെ പോലത്തെ ഒരു പ്ലെയർ ഉണ്ട്. ഇങ്ങനത്തെ എസ്പെഷ്യലി ഇതുപോലെ ബൗളർമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിച്ചിൽ കളിക്കുന്ന സമയത്ത് കോഹ്ലിയെ പോലെ നങ്കൂരമിട്ട് കളിക്കുന്ന ഒരു താരത്തിന്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കോഹ്ലിക്ക് ഈ 3 മാച്ചിലും സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ഇതിന്റെ എല്ലാം വിടവ് കോഹ്ലി ഈ സൂപ്പർ 8 നികത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കോഹ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. കോഹ്ലിയെ മാറ്റി നിർത്താനായിട്ടൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ പിന്നീടുള്ള ഒരു ബാറ്റിംഗ് നിരയിലേക്ക് വരികയാണ്. ആദ്യം തന്നെ നമ്മുടെ 2 വിക്കറ്റ് നഷ്ടപ്പെട്ടു. വളരെ മികച്ച രീതിയിലാണ് ഈ മത്സരത്തിലും സൗരഭ് നേത്രവാൾക്കർ ബോൾ ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു സ്പെല്ലിൽ തന്നെ അദ്ദേഹം ആദ്യം തന്നെ കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും മടക്കി. പിന്നീട് ഋഷഭ് പന്ത് ഒരു ചെറിയ പാർട്ണർഷിപ്പ് സൂര്യകുമാർ യാദവുമായിട്ട് കാഴ്ചവെച്ചു. വീണ്ടും ഋഷഭ് പന്ത് ഔട്ടായി. പിന്നീട് വന്ന ശിവം ദുബെ ഒട്ടും കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ശിവം ദുബെയുടെ. അദ്ദേഹം വളരെയധികം സ്ട്രഗിൾ ചെയ്താണ് കളിച്ചത്. അവസാനം കോറി ആൻഡേഴ്സിന് ഒരു 6 ഒക്കെ നേടിക്കൊണ്ട് മത്സരത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ശിവം ദുബെക്ക് കഴിഞ്ഞുവെങ്കിലും പക്ഷെ ഒട്ടും ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആയിരുന്നില്ല ശിവം ദുബെയുടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ, ഈ മാച്ചിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സൂര്യകുമാർ നൽകിയ ഒരു ക്യാച്ച് നേത്രവാൾക്കർ വിട്ടു എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ആ ഒരു ക്യാച്ച് എടുത്തിരുന്നു എങ്കിൽ ഇന്ത്യ വീണ്ടും ട്രബിളിൽ ആവുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ക്യാച്ച് എടുക്കാൻ അവർക്ക് സാധിച്ചില്ല. ഫോർച്ചുനേറ്റ്ലി ഇന്ത്യ അത് ക്യാപിറ്റലൈസ് ചെയ്യുകയും ചെയ്തു. അവർ രണ്ടുപേരും കൂടെ ആ മത്സരം വിജയിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി ഇന്ത്യയുടെ ഈ ബാറ്റിംഗ് ഓർഡറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ സാധിക്കുക? കാരണം സൂപ്പർ 8ലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഒരു മത്സരം പോലും തോക്കാനുള്ള ഒരു സമയമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മത്സരങ്ങളും ജയിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇതിന് മുമ്പ് ഒരു മാച്ച് ഉണ്ട് അയർലൻഡുമായിട്ട്, പക്ഷേ അത് ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല. ഇന്ത്യ ഓൾറെഡി ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി സൂപ്പർ 8ലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിൽ വരാവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആരെ മാറ്റും? ഇപ്പോൾ ശിവം ദുബെനെ മാറ്റണം എന്നുള്ള മുറവിളി പല സ്ഥലങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിന് പകരമായിട്ട് സഞ്ജു സാംസനെ കളിപ്പിക്കണം എന്ന് പറയുന്നു. ഒപ്പം തന്നെ ജയ്സ്വാളിനെ കളിപ്പിക്കണം എന്ന് പറയുന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ജയ്സ്വാളിനെയാണ് ഒരു ലെഫ്റ്റ് ഹാൻഡർക്ക് പകരം മറ്റൊരു ലെഫ്റ്റ് ഹാൻഡറിനെയാണ് പരീക്ഷിക്കാൻ പോകുന്നതെങ്കിൽ അത് ഓപ്പണിംഗ് സ്ലോട്ടിൽ മാത്രമേ യശസ്വി ജയ്സ്വാളിനെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ രോഹിത് ശർമ്മയും ജയ്സ്വാളും ഓപ്പണിംഗ് സ്ലോട്ടിൽ വരികയും പിന്നെ വിരാട് കോഹ്ലി 1 ഡൗൺ വരികയും
ചെയ്യുകയും ഋഷഭ് പന്തും സൂര്യകുമാർ യാദവും അങ്ങനെ ഒരു ബാറ്റിംഗ് ഓർഡറിലേക്ക് അത് പോകും എന്നുള്ളതാണ്. അപ്പോൾ സൂര്യകുമാറിന്റെ ബാറ്റിംഗ് പൊസിഷൻ എല്ലാം കുറച്ചും കൂടെ ബാക്കിലേക്ക് മാറും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു 3 ഡൗണോ 4 ഡൗൺ ഒക്കെയാണ് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല, ശിവം ദുബെ മാറ്റിയിട്ട് ആ ഒരു പൊസിഷനിലാണ് സഞ്ജു സാംസനെ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു മിഡിൽ ഓർഡർ പൊസിഷനിൽ സഞ്ജു സാംസൺ കളിക്കേണ്ടി വരും. ആ ഒരു പൊസിഷനിൽ സഞ്ജു സാംസൺ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ 2 മാറ്റങ്ങൾ മാത്രമാണ് അതിൽ സാധ്യമായിട്ടുള്ള മാറ്റങ്ങൾ. മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് വേണമെങ്കിൽ മുഹമ്മദ് സിറാജിനെ പുറത്തിരുത്തിക്കൊണ്ട് ഒരു ചൈനമൻ സ്പിന്നറായിട്ടുള്ള കുൽദീപ് യാദവിനെ ഇന്ത്യക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അത് വെസ്റ്റ് ഇൻഡീസിലെ വിക്കറ്റുകൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നത് നോക്കിയതിന് ശേഷം വേണം ആ ഒരു റിസ്ക് എടുക്കാനായിട്ട്. ഓൾറെഡി 2 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് ടീമിലുണ്ട്. പക്ഷേ ഒരു ചൈനമൻ സ്പിന്നറായിട്ടുള്ള കുൽദീപ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ അപ്പോൾ ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് അർഷദീപും ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയുമായിരിക്കും. ഈ 3 പേരായിരിക്കും ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുക. ബാക്കി 3 പേരെന്ന് പറയുന്നത് സ്പിന്നേഴ്സ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയുള്ള മാറ്റങ്ങൾ വേണമെങ്കിലും ഇന്ത്യൻ ടീമിൽ വരുത്താൻ സാധിക്കും. പക്ഷേ ഈ ടീമിൽ മാറ്റം വരുത്താനുള്ള ചാൻസസ് വളരെ റെയർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു വലിയ മാറ്റത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി വരുന്ന മാച്ചുകളൊന്നും ഇതുപോലെയുള്ള പിച്ചുകളിലായിരിക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഇന്ത്യൻ ടീം മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇന്ത്യ സൂപ്പർ 8ലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.